കോട്ടയത്ത് നിന്നും ഷിനോജ് എസ് ടി ചേരുന്നുണ്ട്. ഒപ്പം ഷിനോജ്, കോട്ടയം ഭാഗത്ത് ഇന്ന് അവധിയാണ്. കാരണം നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് കോട്ടയം ജില്ലയിലുള്ളത്? ഈ അവധി സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി മുതൽ കോട്ടയം ജില്ലയിൽ പരക്കെ വ്യാപകമായി തന്നെ അത് ഇടവിട്ടിടവിട്ട മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നോ കിഴക്കൻ മേഖലയിൽ നിന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും കാര്യമായി തന്നെ മഴ കിട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാറ്റാണ്. ശക്തമായ രീതിയിലുള്ള കാറ്റ്, അത് ഇന്നലെ തന്നെ ശക്തമായ രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം ജില്ലയിൽ ഇന്ന് 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെയും ഈ സമാനമായ രീതിയിൽ കാറ്റ് വീശി പലയിടത്തും മരങ്ങൾ കടപുഴക്കി വീഴുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള കാറ്റ് വീശുകയാണെങ്കിൽ മരങ്ങൾ കടപുഴക്കി വീഴാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ, അതുപോലെ തന്നെ അംഗൻവാടി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മീനച്ചിലാറിലും മണിമലയാറിലും ജലനിരപ്പാണ്. മീനച്ചിലാറിലും മണിമലയാറിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ കൂടി അപകടകരമായ നിലവിൽ കാര്യങ്ങളൊന്നും തന്നെ എത്തിയിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതേസമയത്ത് തന്നെ ഈ മീനച്ചിലാറിൻ്റെയൊക്കെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഈരാറ്റുപേട്ട അതിന് മുകളിലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും കാര്യമായ രീതിയിലുള്ള മഴ പെയ്യാം. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി കനത്ത മഴ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഈ മരങ്ങൾ വീഴുന്ന മഴക്കെടുതി മാറ്റി നിർത്തിയാൽ മറ്റ് പ്രത്യേകിച്ചുള്ള മഴക്കെടുതികളൊന്നും തന്നെ ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം തന്നെ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് ഇന്നലെ പുലർച്ചെ ഒക്കെ പ്രത്യേകിച്ച് ഒരു 11 മണിക്ക് ശേഷം ആണ് കോട്ടയത്ത് കാര്യമായ രീതിയിൽ മഴ പെയ്തത്. ആ രീതിയിലുള്ള മഴ ഇന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ശരി ഷിനോജ്, അങ്ങനെ അത്തരത്തിൽ മഴയുണ്ട് എന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് അവധിയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ